ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോണത് ഞാനിന്ന് എങ്ങനെയാണ് രാവിലത്തെ എൻ്റെ പഠിത്തവും അതുപോലെ തന്നെ എൻ്റെ കുട്ടീനെ നോക്കൽ, രാവിലത്തെ കുക്കിങ് എല്ലാം ഒരുമിച്ച് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം ഞാൻ രാത്രി കൂടുതൽ സമയം പഠിക്കാനിരിക്കും കേട്ടോ. രാവിലെ നേരത്തെ എണീക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റൂല. കാരണം ഞാൻ രാവിലെ എത്ര നേരത്തെ എണീറ്റാലും അതിൻ്റെ ഒപ്പം എൻ്റെ കുട്ടീൻ്റെ എണീറ്റ് പോരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്നറിയോ, രാത്രിക്ക് അവൾ ഉറക്കിയിട്ടോ അതല്ലെങ്കിൽ അവൾ അടുത്ത് വെച്ചിട്ടോ കുറച്ചധികം ഞാൻ പഠിക്കാനിരിക്കും. ഒരു 12-1 മണി വരെയൊക്കെ ഏകദേശം ഇരിക്കും. അതിന് ശേഷം എന്ത് ചെയ്യും, രാവിലെ ഒരു 5:30 മണിക്ക് എണീറ്റാൽ ഒരു 6-6:30 വരെ അവളുടെ കൂടെ നിൽക്കൽ നിർബന്ധമാണ് കേട്ടോ. 5:30ക്ക് എണീറ്റാൽ ഒരു 5:45-6 മണി വരെ നിസ്കാരം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കഴിയണം. അതിന് ശേഷം എന്ത് ചെയ്യണം, അവളെ എടുത്ത് കുറച്ച് കളിച്ച് പിന്നെ അവളെ ഉറക്കിയിട്ടുള്ളിക്ക് കിച്ചണിൽ കയറാൻ പറ്റുക കേട്ടോ. ആ സമയത്ത് കുട്ടീനെ ഏൽപ്പിക്കാൻ എനിക്ക് ആരുമില്ല. കാരണം വയസ്സായ ആളുകളും ഉറങ്ങായിരിക്കും, അതുപോലെ മറ്റേ കുട്ടികൾ മദ്രസയിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്തായാലും അവളെ ഉറക്കിയിട്ടല്ലാതെ എനിക്ക് അടുക്കളയ്ക്ക് വരാൻ കഴിയില്ല, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ കരഞ്ഞിരിക്കുമായിരിക്കും. അങ്ങനെ അവളെ ഉറക്കി പിന്നെ ഇക്ക പോയിട്ടോ. ഇക്കാക്ക് വേണ്ടിയും മറ്റോൾക്ക് കട്ടൻ ചായ വേണം രാവിലെ എണീറ്റ ഉടനെ. അതൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആ കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ പൂച്ചയാണ് ഈ പാറു. ഇവൾക്ക് നമ്മളെ കണ്ടാൽ ഭയങ്കര ഒരു സ്നേഹമാണ്. അങ്ങനെ അടുത്ത് വന്ന് കുറച്ച് കളിച്ച് അതിന് ശേഷം എന്ത് ചെയ്തു, ഞാൻ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ഞാൻ ടൈം ടേബിൾ നോക്കാൻ പോയി കേട്ടോ. ഫസ്റ്റ് ഇന്ന് ഏതാണ് സബ്ജക്റ്റ് എന്ന് നോക്കാൻ പോയി. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ കേരള ഭരണമാണ് പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ ഞാൻ മാത്സ്, കറണ്ട് അഫെയർ, ഇംഗ്ലീഷ് മലയാളം, അങ്ങനെ ഇന്ന് ഇംഗ്ലീഷ് മലയാളം ആണെങ്കിൽ നാളെ മാത്സ്, കറണ്ട് അഫെയർ, അങ്ങനെ കലർത്തിയിട്ടാണ് കേട്ടോ. ആൾട്ടർനേറ്റീവ് ഡേറ്റിലാണ് ഞാൻ ഈ സബ്ജക്റ്റ് കൂടുതൽ കൊടുക്കുള്ളൂ. എല്ലാതും ഒരു ദിവസം തന്നെ നോക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് പ്രായോഗികമല്ല കേട്ടോ. അപ്പം ഞാനതൊക്കെ നോക്കി ഏകദേശം കേരള ഭരണമാണ് മനസ്സിലാക്കി. ഇനി ഇതെന്തിനാണ് ഇപ്പോൾ നോക്കണമെന്നല്ല, ഇപ്പോൾ നോക്കിയിട്ട് ഇത് പഠിക്കാനിരിക്കാനല്ല. ഞാൻ ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ക്ലാസ് വെച്ചിട്ട് ഞാൻ കേക്ക് കൂട്ടും നമ്മൾ പണിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ വീഡിയോ ക്ലാസ് വെച്ചിട്ട് ഞാൻ ഓണാക്കിയിട്ട് കേൾക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കണം. പിന്നെ അതിൽ കറി ഞാൻ ചട്ടണിയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചട്ടണി, നൂൽപുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ക്ലാസ് വെച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഈ നൂൽപുട്ട് ഉണ്ടാക്കുന്ന ടൈമിന് ഇത് മാത്രമൊന്നും അല്ല കേട്ടോ ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ വേറെ കുറേ പണികൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ഇടയിൽ കൂടെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മദ്രസ വിട്ടിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഞാൻ ക്ലാസ് വെച്ച ഫോൺ എടുത്തിട്ട് അവൾ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ടൈം ടേബിൾ നോക്കാനാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് നോക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഫോൺ എടുക്കും. ഞാൻ ക്ലാസ്സൊക്കെ ഓണാക്കി ഹെഡ്സെറ്റൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേനും എന്ത് ചെയ്യും, ഏതെങ്കിലും മക്കൾ വന്നിട്ട് മദ്രസ വിട്ട് വന്നാൽ ഓൾക്ക് ഫസ്റ്റ് മൊബൈലാണ്. അങ്ങനെ ഗ്രൂപ്പ് നോക്കാനാണ്, എന്തെങ്കിലും ഗ്രൂപ്പിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, അവരതൊക്കെ നോക്കി അതിന് ശേഷം പിന്നെ ഞാൻ ചീത്ത പറഞ്ഞു കേട്ടോ, ഞാനൊന്ന് വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ, നിങ്ങളെന്തിനാ അങ്ങനെ ഇടങ്ങേറാക്കണമെന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും അവൾ അതൊക്കെ തിരിച്ച് സെറ്റ് ചെയ്ത് വെച്ച് തന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അവൾ പോയി അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാം. 8ാം ക്ലാസ്സിലാണ് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾക്ക് ഡ്രസ്സ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവൾ പോയി കേട്ടോ. ഇപ്പോൾ കുട്ടി കുറേ സമയം ഉറങ്ങുമൊന്നുമില്ല കേട്ടോ. മാക്സിമം ഒരു 1.5 മണിക്കൂർ തന്നെ അവൾ ഉറങ്ങുള്ളൂ. ഇപ്പോൾ ഒരു 8 മണിയായപ്പോഴാണ് ഇവൾ വന്നത്. ഇനിയിപ്പോൾ അടുത്ത ടീം വരും, 8:30ക്ക് അവരെയും വിടും. അപ്പോൾ അവർ വരുന്നതിന് മുമ്പേ ഈ ഒരു ചായയും കടി എന്നുള്ള പരിപാടി കഴിഞ്ഞ് വിട്ടും വേണം. അപ്പോൾ ചായയും കടി മാത്രമാണെങ്കിൽ നേരത്തെ ആവുകയൊക്കെ ചെയ്യും. പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ലഞ്ചിനുള്ള കറികളൊക്കെ ഞാൻ മാക്സിമം ദിവസങ്ങളിൽ ഒരുക്കലുണ്ട് കേട്ടോ. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് ഒരുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബീഫായിരുന്നു. അപ്പോൾ അത് ഐസ് പോയിട്ടുണ്ടായിരുന്നില്ല. അതിലേക്കുള്ള ഉള്ളി കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി വെച്ചാൽ മതി എന്നുള്ളൊരു ലെവലിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതുപോലെ ഇറച്ചി മീനൊക്കെ ആണെങ്കിൽ ഒന്നിച്ച് രാവിലെ വെക്കാനാണ് ഇഷ്ടം കേട്ടോ. കൂടുതൽ വഴുകിപ്പിക്കൂല. പിന്നെ എന്തായാലും ഇവർക്ക് വയസ്സായ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് നേരത്തെ കിട്ടണം. അതായത് ബാക്കി പണികളൊക്കെ അവിടെ കടന്നാലും കഴിക്കേണ്ട ഭക്ഷണം കാര്യങ്ങൾ മാത്രം ഞാൻ നേരത്തെ ആക്കി വെക്കും കേട്ടോ. പിന്നെ ചില സമയത്ത് കുട്ടി ഉറങ്ങും, ചില സമയത്ത് അവൾക്ക് കുറുമ്പില്ലാതെ പോകും. പക്ഷേ ചില നേരങ്ങളിൽ ഞാൻ തന്നെ അവളെ എടുക്കണം എന്നുള്ള ഒരു ഇതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞിരിക്കും. അപ്പോൾ
നല്ല കുട്ടിയാണ് കേട്ടോ. മാക്സിമം അവൾ മാഷാഅല്ലാഹ് എന്നെ ഉപദ്രവിക്കാതെ നോക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിക്കും എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ ചില സമയങ്ങളിൽ കുട്ടികളല്ലേ, അതിൻ്റെതായിട്ടുള്ള വാശിയും കുറുമ്പ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തു വിടാൻ പോണത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് വറുത്തത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഈ പൊരിച്ച ഐറ്റംസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പേരി, തോരൻ അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവർക്ക് ഭയങ്കര ഇഷ്ടമില്ല എന്നല്ല, തീരെ ഇഷ്ടമല്ല. പക്ഷേ ഈ ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ, സോയാബീന് ഇങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിൽ 2 വറ്റ് ചോറ് കഴിച്ചിട്ട് വരും കേട്ടോ. ഉച്ചക്ക് ലഞ്ചിനുള്ള ഉള്ളി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ബീഫ് ഉണ്ടല്ലോ, അപ്പോൾ ബീഫിക്ക് വേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഉള്ളി കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ തൊലിച്ച് അരച്ച് വെക്കും. എന്നാൽ പിന്നെ ബാക്കി വെച്ചാൽ മതിയല്ലോ. സാധാരണ ഞാൻ നേരത്തെ കുട്ടികൾ പോണതിന് മുമ്പ് കുക്കിംഗ് പരിപാടി ഫുള്ള് ക്ലോസ് ചെയ്യലുണ്ട്. പക്ഷേ ഇന്ന് ഐസ് എത്ര നോക്കിയിട്ടും തണുപ്പ് പോകുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലീനിങ് ഞാനിതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യലില്ല കേട്ടോ. ഇതുപോലെ ചില കടികൾ ഉണ്ടാക്കുന്ന സമയത്ത് ടൈം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പാത്രം കഴുകൽ അങ്ങനെ കഴിച്ചു പോകും. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ പറ്റലില്ല. ഈ ചില ദിവസങ്ങളിൽ ഇങ്ങനെ മെനക്കെട്ട പരിപാടികൾ, ഇപ്പം ഇന്ന് ഉള്ളി തൊലിക്കലുണ്ടായതുകൊണ്ട് കുറച്ച് ടൈം അങ്ങനെ പോയി. അതല്ലാന്നുണ്ടെങ്കിൽ പാത്രം കഴുകൽ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കഴിഞ്ഞു പോകും. ഇതെൻ്റെ കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഞാൻ എന്താ ഇപ്പം ഇന്ന് പതിവില്ലാതൊരു ഫോണും കൊണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തോന്നുന്നു ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വലിയവൾ ഒരുങ്ങി വന്നു കഴിഞ്ഞു. അവൾക്ക് ചായ കൊടുക്കണം, അവൾക്ക് ലഞ്ചാക്കി കൊടുക്കുകയും വേണം. ഉരുളക്കിഴങ്ങ് ഇത് അങ്ങനെ ആക്കി ആയിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് പൊരിക്കുകയും വേണം. ആൾക്ക് ലഞ്ച് ചോറ് വെന്തു കേട്ടോ. ആ സമയം കൊണ്ട് ചോറ് വെന്തു. ഇനിയിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് പൊരിച്ചു കൊടുത്താൽ അവൾക്കായി. പിന്നെ ഇന്ന് വീഡിയോ എടുക്കും കൂടി ചെയ്യല്ലേ, ഫസ്റ്റ് ടൈമാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്യാമറ സെറ്റിങ്സ് ഇങ്ങോട്ട് വെക്കലൊക്കെ ഉണ്ടാകും കൊണ്ട്, അല്ലെങ്കിൽ കറി ഞാൻ നൂൽപുട്ടിൻ്റെ കൂടെ ആക്കണതാണ്. പിന്നെ തേങ്ങ ചിരവലും അതിൻ്റെ ഇടയിൽ മോളെ പാൽ കൊടുത്തു വന്നിട്ട് ഞാൻ അവിടെ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. നിലത്താണ് ഇരുത്തിയത്. പിന്നെ അപ്പോൾ അവളെ പിടിക്കാൻ ആരുമില്ല. കുട്ടികളൊക്കെ പോകും, മാറ്റും ചെയ്യണൊക്കെ തിരക്കിലല്ലേ. ഈ സമയത്ത് എന്തായാലും ഓലയ്ക്കൊന്നും ഏൽപ്പിക്കാൻ പറ്റൂല. അപ്പോൾ ഓളങ്ങനെ അവിടെ ഇരുന്നിട്ട് ചില സമയത്ത് അങ്ങനെ ഇരിക്കും, ചില സമയത്ത് ഇങ്ങനെ കരയാവും. അപ്പോൾ പിന്നെ നമ്മളെ കണ്ടിരിക്കും. അതാണ് അടുത്ത് തന്നെ വെക്കണത്. പിന്നെ അങ്ങനെ കുറേ ഇരുന്നു. ചട്നി ആയി കേട്ടോ. ചട്നി ആയി ഞാൻ വലിയവൾക്ക് കൊടുത്ത് ഓൾക്ക് ലഞ്ചാക്കി ഓളെ ഞാൻ വിട്ടു കേട്ടോ. പിന്നെ ചെറിയിൽ കണ്ടില്ലേ തേങ്ങ ചിരവിയതെന്ന് ഞാനിങ്ങനെ കുറച്ചെടുത്തിട്ട് വായിക്ക്, ഞാനല്ല മോന് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോൻ്റെ കയ്യിൽ ഞാൻ തേങ്ങ ചിരവണപ്പോൾ ഓനയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ചെറിയിൽ. പിന്നെ അതങ്ങനെ കൊടുത്തു. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് കളിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അടുത്തെത്തിയ സന്തോഷമാണ് ഇങ്ങനെ തലാട്ടി കളിക്കണതൊക്കെ. ഞാൻ ഓളങ്ങനെ നോക്കി പാവം തോന്നും കേട്ടോ. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് നമ്മൾക്ക് ഓളം മൈൻഡ് ചെയ്യാൻ പറ്റണില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും പോയി ചായ കഴിഞ്ഞ് മക്കൾക്ക് ചായ കൊടുക്കുകയാണ്. അപ്പോൾ ഓല് ചായ അടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഇവളെ അതിൻ്റെ അടുത്ത ടേബിളിൽ കൊണ്ടുപോയി ഇരുത്തിട്ടു. പക്ഷേ അടുത്തുനിന്ന് പോകാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ. ഇപ്പോൾ 7 മാസമുള്ളൂ കേട്ടോ ആയിട്ട്. അപ്പോൾ അവളിങ്ങനെ താഴത്തേക്ക് എന്ത് ചെയ്യും, വീഴൂലേ, ആ ഒരു പേടിയുണ്ട്. പിന്നെ ഓല ചായ കഴിഞ്ഞതിന് ശേഷം ഞാൻ മേമാടയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഇനിയിപ്പോൾ ഇസ്തിരി ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ. ചെറിയ മോന്, വലിയവന് ഓൻ്റെത് ഇടും. പക്ഷേ ചെറിയവൻ്റെത് നമ്മൾ തന്നെ ഇട്ട് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് അയൺ ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ പിന്നെ പൊള്ളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ്റെത് നമ്മൾ തന്നെ ഇസ്തിരി ഇട്ട് കൊടുക്കണം. അങ്ങനെ ഓൻ്റെതൊക്കെ അയൺ ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷം ലഞ്ചാക്കുകയാണ്. അപ്പോൾ നേരം വൈകിയിട്ടുണ്ട്. പിന്നെ ലഞ്ചാക്കാൻ ഞാൻ ഓൻ്റെതാക്കി വെച്ചപ്പോഴത്തേനും ഇവനും കൂടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ പിടിക്കുകയാണ്. അപ്പോൾ ഓന് ഞാനാക്കിക്കോളാന്ന് പറഞ്ഞപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മക്കളെയും കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു പ്രാക്ടീസ് കൊടുക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ ആക്കി. പിന്നെ കണ്ടില്ലേ ചോറ് കോരിയ കയ്യിൽ അവിടെ നിലത്താണ് വെച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. എല്ലാവരും ഫസ്റ്റ് തന്നെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കലാണ് നല്ലത്. അത് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാമല്ലോ. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് ഓല വിട്ടു.
ഇനി ഇതാ ഇപ്പാക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പാക്ക് എന്നും ഞാൻ മക്കൾ ചായ കുടിക്കുമ്പോൾ ഇപ്പാക്ക് ആദ്യം കൊണ്ടേ കൊടുക്കലാണ്. പക്ഷേ ഇന്ന് കുട്ടി തീരെ ഓള് നിലത്തിരുന്നിട്ട് അതുവരെ നിലത്തിരുന്ന് ചടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓളെ ഒക്കത്ത് വെച്ചിട്ടും ക്യാമറയും ഇന്നത്തെ കാര്യം അങ്ങനെയാണല്ലോ, ഇത് തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് എന്നുള്ളൊരു ഐഡിയ ഇല്ല. പിന്നെ ചായ എന്നും കാച്ചേക്ക് ഫ്ലാസ്കിൽ പാർന്ന് വെക്കുന്നതാണ്, അതും മറന്നു ഞാൻ. പിന്നെ അത് ചായ ഒഴിച്ച് ചൂടില്ല ചായ വേണം എല്ലാവർക്കും, അതല്ലെങ്കിൽ പിന്നെയും ഞാൻ ഇങ്ങനെ ചൂടാക്കണം. ഞാൻ വെച്ചേക്ക് തന്നെ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കലാണ് സാധാരണ. അങ്ങനെ ഇപ്പാക്ക് ചായ കൊടുത്തു. ഇപ്പം ഇങ്ങനെ ചോദിക്കായിരുന്നു, എന്തപ്പം ഒന്ന് ക്യാമറയും കൊണ്ടൊക്കെ എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. എന്തെന്നെ ഫോട്ടോ എടുക്കണേ ചോദിക്കായിരുന്നു. ഞാൻ പറയായിരുന്നു കുറച്ച് ദിവസം ഞാൻ എല്ലാവരും ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കട്ടെ എന്ന്. അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം മേമാടേക്കായിരുന്നു ആ ഇപ്പാക്ക് ചായ കൊടുക്കുന്ന സമയം ഞാൻ കുട്ടീനെ ഏൽപ്പിച്ചിരുന്നത്. മേമാക്ക് ഇങ്ങനെ കുട്ടീനെ നോക്കുക പറഞ്ഞാൽ ഓൾ പെട്ടെന്ന് താഴത്തേക്ക് ചാടിയാലൊന്നും പിടിക്കാനൊന്നും വയ്ക്കൂല. മേമാക്ക് സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം പോയത് വാക്കർ വെച്ചിട്ടാണ് നടക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാനും ഇതാക്കാനൊന്നും മേമാക്ക് പറ്റൂല. പിന്നെ അത് കഴിഞ്ഞു ഞാൻ ചായ പിടിക്കണം. അപ്പോൾ അവളെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടോ, നമ്മൾ പിടിക്കണം കേട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ അവൾ സൈഡിലേക്ക് മറിയും. പിന്നെ അവൾക്ക് കൊടുത്തു നോക്കിയതാണ്. അപ്പോൾ അവൾക്ക് തുപ്പി. പക്ഷേ നമ്മൾ കഴിക്കണ ഭക്ഷണങ്ങളൊക്കെ അവൾക്ക് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അവൾക്കിത് ശീലമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചാറ് ഒഴിച്ചിട്ടും ഒഴിക്കാതെയൊക്കെ, കറി ഒഴിച്ചിട്ട് ഒഴിക്കാതെയൊക്കെ അങ്ങനെ ഒരു കുഞ്ഞു പൊട്ടൊക്കെ അവളെ വായിൽ പെടുള്ളൂ. പക്ഷേ അവളെ അതൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ള രൂപത്തിൽ ഞാനതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് ഞാൻ കോറയാണ് കേട്ടോ രാവിലെ കൊടുക്കുക. അത് ഞാൻ ഇവർ പോയി കഴിഞ്ഞതിന് ശേഷമേ കൊടുക്കുള്ളൂ. കുറേ ടൈം വേണം, നല്ല വാശിയാണ് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതിനിരിക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ 10, 9:45 ആകുമ്പോഴൊക്കെ പോവുക. പോയതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുക, അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ ഞാൻ കൊടുത്തപ്പോൾ അവൾ തുപ്പി. ഞാൻ ചോറ് കുഴച്ച് ഞാൻ നൂൽപുട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും അവൾ കസാരയിൽ നിന്ന് കരഞ്ഞു കേട്ടോ. മടിയിലിരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മടിയിൽ വന്നിരുന്നിട്ട് പിന്നെ ഓൾ തന്നെ അതൊന്ന് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുമായിരുന്നു. ഓൾ എടുത്തിട്ട് കഴിച്ചപ്പോൾ ഒരു പൊട്ട് ഇങ്ങനെ വായിലിട്ടു. പിന്നെ നൂൽപുട്ടൊക്കെ കഴിഞ്ഞ് എൻ്റെ ഹെഡ്സെറ്റായിട്ടോ. ഇതുവരെ ഹെഡ്സെറ്റിൻ്റെ ചെവിയിലുണ്ടായിരുന്നു കേട്ടോ. ഈ കേട്ട ക്ലാസ്സൊക്കെ ഒന്നും ഫുള്ളായിട്ട് എൻ്റെ മെമ്മറിയിലൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഞാൻ എന്ത് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ള വിചാരത്തോടെ ഞാനും തുടങ്ങുകയാണല്ലോ. നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് നമുക്ക് ആഗ്രഹം ഉണ്ടേനും നമ്മൾ ശ്രമിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടെ ഇനിയിപ്പോൾ അതും കൂടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ചെറുതായിട്ട് തുടങ്ങുക. അപ്പോൾ ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൾ ഹെഡ്സെറ്റിൻ്റെ വള്ളി വല്ലാതെ വലിക്കുക. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പൂച്ച എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പാറു എന്നാണ് കേട്ടോ പൂച്ചനെ വിളിക്കുക. പാറു അവിടെ അങ്ങനെ ചെയറിൽ കയറിയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അതേപോലെ ചെയ്യണ പോലെ ഓളിൻ്റെ മടിയിൽ കടന്നിട്ട് ഇങ്ങനെ കളിക്കുക കേട്ടോ. മടിയിൽ അങ്ങോട്ട് കടന്നു. അപ്പോൾ ഒക്കെ ഞാൻ നൂൽപുട്ട് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഓളിങ്ങനെ കളിപ്പിക്കുന്നതും. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇളയമീൻ്റെ കൂടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ലാസ്റ്റ് ഇരുന്ന് ചായ കുടിക്കുക കേട്ടോ. പിന്നെ പണി കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുക്കളയാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കുട്ടികളെ വിടലും കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന് ശേഷം അവൾക്കൊന്ന് പാല് കൊടുക്കുകയാണ്. പിന്നെ ഇനി പാല് കൊടുത്തിട്ട് വേണം അവൾക്ക് ചോറ് കൊടുക്കണം, ബാക്കി പണികളൊക്കെ ചെയ്യാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.